എന്തായാലും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അല്ലെങ്കിൽ റിമാൻഡിലാണ് ഈ കന്യാസ്ത്രീകൾ. ഇവിടെ ഫ്രിഞ്ച് എലമെന്റ്സ് എന്നാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത്. അല്ലാതെ താങ്കൾ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വലിയ കാടടച്ചുള്ള വിമർശനത്തിലേക്ക് BJP-യെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടി അങ്ങനെ കുത്തിയുള്ള കുറേ ചോദ്യങ്ങൾ വന്നു. അവിടെ അതിൽ ഒന്ന് രണ്ട് കുത്തിയുള്ള ചോദ്യങ്ങൾ മലയാള മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് വന്നാലും RSSന്റെയും BJP-യുടെയും നെഞ്ചത്ത് കയറണമെന്ന് അങ്ങനെ കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ദോഷൈക ദൃക്കുകളായ കുറേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ വന്നു. ഇവിടെ കേക്കുമുറിയും പുറത്ത് പ്രശ്നങ്ങളും അല്ലേന്ന്. അതിനുശേഷം മറ്റൊരു ചോദ്യം വന്നത് കേരളത്തിൽ സുരക്ഷിതരാണോ എന്നതാണ്. അപ്പോഴും അതിനും പറഞ്ഞത് എല്ലായിടത്തും നന്മയും തിന്മയുണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ ഞങ്ങൾ അങ്ങ് സേഫാണ് എന്ന ഒരു സ്റ്റാൻഡ് സഭയ്ക്കില്ല എന്നത് മാർ ആൻഡ്രൂസ് താഴത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി CBCA കത്തോലിക്ക മെത്രാൻ സമിതി പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാണ്. അതിൽ ഇടപെടുമെന്നേ, അതിലെന്താ സംശയം? ഈ വിഷയത്തിൽ ഇടപെടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ കന്യാസ്ത്രീകളെ സഭയെ ദ്രോഹിക്കണമെന്നെന്തോ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകരുത്, അവർ നിങ്ങളെ അങ്ങ് പിടിച്ച് തിന്നുകളയും എന്ന മട്ടിലുള്ള ഒരു പ്രചാരണം നമുക്ക് കൊണ്ടുവരാണ്. രാഷ്ട്രീയവൽക്കരിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാനായിട്ട് ശ്രമിക്കുന്ന UDF-നെയും LDF-നെയും അതിൻ്റെ വാഴ്ത്തുപാട്ടുകൾ പാടുന്ന മാധ്യമങ്ങളെയുമാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം എന്തായാലും കാണേണ്ടി വന്നത്. ഇവിടെ ഫോഴ്സ്ഡ് കൺവേർഷൻ നടക്കരുത് എന്നത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് സ്വന്തം താല്പര്യത്തോടെ കൺവേർട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിപ്പോൾ A or B എന്നൊന്നുമില്ല. ആർക്കായാലും സ്വന്തം താല്പര്യപ്രകാരം കൺവേർഷൻ നടത്താം. ഇവിടെ പക്ഷേ ഫോഴ്സ്ഡ് കൺവേർഷൻ എന്ന് വന്നത് അത് നിലനിൽക്കില്ലാത്ത ഒരു ആരോപണമാണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെടാമല്ലോ. കോടതിയിലാണല്ലോ ഇത് വരിക. എന്തായാലും ബസ്ത, ജാഷ്പൂർ, റായ്ഗോഡ് ഈ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള ഇൻഡിജീനസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് മങ്ങാത്ത കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കാണാനും സാധിക്കും.